ശനിയാഴ്ച ഞാൻ എങ്ങനെയൊക്കെയോ മുങ്ങിയായിരുന്നു. ഞായറാഴ്ച എന്നെ ചവിട്ടി സീച്ചട്ടം പുറത്താക്കി കേട്ടോ. മര്യാദയ്ക്ക് ഓടിക്കോളാൻ പറഞ്ഞ്. അങ്ങനെ ഞായറാഴ്ച ഞാൻ മനസ്സില്ലാ മനസ്സോടെ പോകുന്ന പോക്കാണിത്. അയ്യോ കാർ ഓടിക്കാൻ വയ്യായേ, കാലിന് ഊട്ടയാന്നേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് എന്നെ കൊണ്ടുവിട്ടത് സീച്ചേട്ടനാട്ടോ. സീച്ചേട്ടൻ എന്നിട്ട് ഇവിടെ തന്നെ എന്റെ കൂടെ തന്നെ ഉണ്ട്. അവിടെ ചെന്ന് ഫസ്റ്റ് അടിക്കാന്ന് പറഞ്ഞു നോക്കിയപ്പോൾ ആരാ ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇവരുമായിട്ട് എല്ലാവരുമായിട്ടും കമ്പനിയായി. ബൈ ദ ബൈ എന്നെ പോലെ വല്ലപ്പോഴും വരുന്നവരും ഇവിടെ കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ തുടങ്ങല്ലേ. അങ്ങനെ 2-3 മണിക്കൂർ നേരം തുള്ളി കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് തലയ്ക്ക് വല്ലാത്തൊരു വിങ്ങൽ പോലെ. അപ്പോൾ പിന്നെ താഴത്തെ പാർലറിൽ ഞാൻ സ്പാ ചെയ്യാൻ വേണ്ടി കയറി കേട്ടോ. സ്പാ ചെയ്ത് കഴിഞ്ഞ് മുടിയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ ഒന്ന് കെട്ടിത്തരാമോ എന്ന് ചോദിച്ചപ്പോൾ കൊച്ചു അതിനെന്താ, എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെയായിരുന്നു കെട്ടുന്നതെന്ന് പറഞ്ഞ് ഒരു 2-3 മിനിറ്റ് എടുത്ത് പെട്ടെന്ന് കെട്ടി തന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമാണോ എന്ന് പറയണം കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അപ്പുകുട്ടനെ വിളിക്കാൻ പോവാണ്. പോകുന്ന വഴി ലക്ഷ്മിയിലെ ബണ്ണ്, എൻ്റെ പൊന്നോ, വെറും ബണ്ണല്ല, ക്രീം ബണ്ണും പപ്സും എൻ്റെ ജീവനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മുടി കെട്ടിയത് 4 പേരെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോയതാണ്. പക്ഷേ ഒട്ടുക്കത്തെ മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുട പിടിച്ച് നനഞ്ഞ് കുളിച്ചാണ് ഞാൻ പോയത്. അവിടെ ചെന്നത് ആ ക്രീം ബണ്ണും വാങ്ങിച്ച് ശ്രു ചേച്ചിക്കും കൊടുത്ത്. എന്നിട്ട് ഞാൻ അവിടുത്തെ ചേച്ചിയോട് നോക്ക് എൻ്റെ തല കണ്ടോ, ഇത് കണ്ടോ, ആരെയൊക്കെ കണ്ടോ അവരോടെല്ലാം ഞാൻ ഈ തല വിളിച്ച് കാണിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പുകുട്ടനെ എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാണ്ട് തിരിച്ചു വന്നിടത്ത് മഴയായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്ന് ഒത്തിരി മഴ നനഞ്ഞുകൊണ്ട് തന്നെ ആ മുടി അഴിച്ചപ്പോൾ ഇതാ ചുരുണ്ടിരിക്കുന്നു. ടാറ്റാ.